ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ കോഡിലൂടെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് സ്പേസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗത്ത് നിന്നും നമ്മുടെ രാജ്യം വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾ, അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലോഞ്ചിങ് വെഹിക്കിളുകൾ, അതെല്ലാം വരുന്ന ഡേറ്റ് തുടങ്ങി അതുമായിട്ട് അനുബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മളെ സ്ഥിരം കൺഫ്യൂസ് അടിപ്പിക്കാറും ഉണ്ട്. SLV, ASLV, PSLV, GSLV, മാർക്ക് 3, SSLV. അത് മാത്രമല്ല, ഉപഗ്രഹങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യഭട്ട, ആപ്പിള്, ചന്ദ്രയാൻ, മംഗൾയാൻ, ഗഗൻയാൻ, ആസ്ട്രോസാറ്റ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കൺഫ്യൂസ് അടിച്ചു പോകും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇതൊക്കെ വന്നിട്ടുള്ള ഡേറ്റുകൾ ചോദിക്കും. കൺഫ്യൂസ് അടിക്കണ്ട, ഓരോന്നും എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. കോഡിലൂടെ സെറ്റ് ചെയ്ത് വന്ന ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുകയും ചെയ്യാം. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ്സിന്റെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവാം, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ എല്ലാ നോട്ടും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ക്ലാസ്സും അവിടെയും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ. ആ പേരിൽ തന്നെ ഉണ്ട്. സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിൽ എത്തിക്കുവാനായിട്ട് ആദ്യം സഹായിക്കുന്ന വാഹനം ഏതോ അതാണ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ. നമ്മുടെ രാജ്യത്ത് നമ്മൾ അയച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഏതൊക്കെയാണ്? ധാരാളം സാറ്റലൈറ്റ് ഉണ്ട്. അതിലിപ്പോ ചന്ദ്രനെ കുറിച്ച് പഠനം നടത്താനാണെങ്കിൽ ചന്ദ്രയാന്, മംഗൾയാന്, അല്ലെ, ഇനി വരാൻ പോകുന്ന ഗഗൻയാന്, പിന്നെ ആദിത്യ, സൂര്യനെ കുറിച്ച് പഠനം നടത്താൻ, പിന്നെ ഈ ഭൂമിയെ വന്നിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള സാറ്റലൈറ്റുകൾ അയച്ചിട്ടുണ്ട്. ഇതിനെല്ലാം അയക്കുമ്പോഴത്തേക്കും ആദ്യം ഇവിടെ നിന്ന് മേലോട്ട് പോകുന്നത് ഒരു വാഹനത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അതാണ് ഈ റോക്കറ്റുകളാണ്. അത് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ. ഇതിനുള്ളിലായിരിക്കും സാറ്റലൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഭൂഗുരുത്വാകർഷണത്തിന് അതിനെ ഭേദിച്ച് മുമ്പോട്ട് പോകാനായിരുന്നു ഇതിന്റെ ഹെൽപ്പ് ആവശ്യം. മുകളിലേക്ക് പോകുന്നതോറും ഇത് പതിയെ അടർന്നു മാറി ഭ്രമണപഥത്തിൽ എത്തുമ്പോഴത്തേക്കും സാറ്റലൈറ്റുകൾ ഫ്രീ ആവും. എന്നിട്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് പതിവ്. അപ്പോ നമ്മുടെ രാജ്യത്ത് നിന്നിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. എങ്കിൽ ആദ്യം നോക്കേണ്ടത് SLV. ഇത് 1980 ജൂലൈ 18 നമ്മൾ ലോഞ്ച് ചെയ്തത്. SLV ഇങ്ങനെ ഓർത്തോളൂ, സെൽവി എന്ന് ഓർത്തോളൂ. സെൽവി 1980 ജൂലൈ 18. സെൽവി 80s കിഡ് ആണ് എന്നും ഓർത്തോളൂ. അപ്പോ 80ലാണ് സെൽവി, അതാണ് SLV. സെൽവി രോഹിണിക്ക് കൂട്ടുപോകാനാണ് നമ്മൾ നിർമ്മിച്ചതെന്നും ഓർത്തോളൂ. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത്രയും ഓർത്താൽ മതി. സെൽവി 1980s. അപ്പൊ നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് SLV ആണ്, അഥവാ സെൽവി. എങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും വിക്ഷേപിച്ചിട്ടുള്ള ആദ്യത്തെ സാറ്റലൈറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അതാണ് രോഹിണി 1. ഓക്കെ, രോഹിണി 1 ഈ SLV ആണ്. രോഹിണി 1നെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച വെഹിക്കിൾ. അതാണ് ഞാൻ പറഞ്ഞത്, സെൽവി രോഹിണിക്ക് കൂട്ടുപോകാനായിട്ട് നിർമ്മിച്ചു. രണ്ടും വന്നത് 1980ലാണ്. കാരണം രോഹിണിയും SLVയും ഒരുമിച്ചല്ലേ വിക്ഷേപിക്കുന്നത്. അപ്പോ 80s കിഡാണ് രോഹിണിയും സെൽവിയും എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത് വന്ന ലോഞ്ചിങ് വെഹിക്കിൾ നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ട് ASLV ആണ്. ASLV. സെൽവി കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്കും അഡൽട്ട് ആകും അല്ലേ, അങ്ങനെ ഓർത്തോളൂ. അതാണ് ASLV. എന്നാൽ പിന്നെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ലോഞ്ചിങ് വെഹിക്കിൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓർത്തോളൂ. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും സെൽവി PG എടുക്കും. ആ ഓർഡറിൽ ഓർത്തോ. അതിൽ ആ P എന്തെന്നാൽ PSLV ആണ്. എങ്കിൽ G എന്നാൽ GSLV ആണ്. ഇതെല്ലാം 7 വർഷത്തെ ഡിഫറൻസിലാണ് വിജയകരമായിട്ട് പരീക്ഷിച്ചത് കേട്ടോ. 1980 SLV വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അഡൽട്ട് ആവും എന്നാണ് പറഞ്ഞത്. ALSLV ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 1987 പിന്നെ PG എടുക്കും എന്നാണ് പറഞ്ഞത്. എങ്കിൽ PSLV ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. അതും കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 1994 വിജയകരമായി PSLV വിക്ഷേപിച്ചത്.
എന്നാൽ ആദ്യം ട്രൈ ചെയ്യുന്നത് 1993 സെപ്റ്റംബറിലാണ്, പക്ഷെ അത് ഫെയിലായിരുന്നു. എങ്കിൽ 94-ലാണ് PSLV വിജയകരമായിട്ട് വിക്ഷേപിച്ചത്. ഓക്കെ, സെൽവി PG എടുത്തു എന്നാണ് നമ്മൾ കോർഡിനേറ്റ് പറഞ്ഞത്. അതിൽ നമ്മൾ P നോക്കി, PSLV 1994-ലാണ്. എങ്കിൽ G എന്നാൽ GSLV, അതും കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടാണ് GSLV വിജയകരമായും ആദ്യമായിട്ടും പരീക്ഷിക്കുന്നത്. ആദ്യത്തെ തന്നെ GSLV വിജയമായിരുന്നു. 2001 ഏപ്രിൽ 18-നാണ് ആദ്യമായിട്ട് GSLV ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? SLV, ASLV, PSLV, GSLV സമാന്തര ശ്രേണി പോലെ 7 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. ആദ്യം കോർഡിനേറ്റ് പറഞ്ഞത് SLV എന്നാൽ സെൽവി, രോഹിണിക്ക് കൂട്ടുപോകാനായിട്ട് 80s കിഡ് ആണ്, 1980. പിന്നെ 7 വർഷം കഴിയുമ്പോഴത്തേക്കും അഡൽട്ട് ആവും. യെസ്, ഓഗ്മെന്റഡ് SLV, ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വന്നു. പിന്നെയും 7 വർഷം കഴിഞ്ഞിട്ട് 1994 പിന്നെ എന്താ പറഞ്ഞത്? PG എടുക്കാൻ പോകും. അതിൽ ആദ്യത്തെ P ആണ്. 7 വർഷം കഴിയുമ്പോഴത്തേക്ക് 1994 PSLV വിജയകരമായി പരീക്ഷിക്കും. അതിനും 1 വർഷം മുന്നേ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു 93, ബട്ട് ഫെയിലിയർ ആയിരുന്നു. എങ്കിൽ അടുത്തെന്താണ്? PG എന്നാണ്. വീണ്ടും 7 വർഷം കഴിയുമ്പോഴത്തേക്കും GSLV ആണ് വരുന്നത്. GSLV 2001-ലാണ് GSLV ആദ്യമായിട്ട് വിജയകരമായിട്ടും പരീക്ഷിക്കുന്നത്. 2001 ഏപ്രിൽ 18. GSLV എന്ത് എന്നാൽ ജിയോ സിങ്ക്രണോസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഇതിന്റെയൊക്കെ സവിശേഷതകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്കിൽ GSLVയുടെ അടുത്ത വകഭേദം വരുന്നുണ്ട്. അത് വരുന്നത് പക്ഷെ 7 വർഷത്തെ ഗ്യാപ്പിലല്ല, പക്ഷെ അത് വരുന്ന വർഷം അവസാനം ഒരു 7 ഉണ്ട് എന്ന് ഓർത്തോളൂ. അതാണ് GSLV Mark 3 2017. അതാണ് അവസാനം ഒരു 7 ഉണ്ട്. 2017 ജൂൺ 5-ലാണ് GSLV Mark 3 അടുത്ത വകഭേദം കൂടുതൽ ശക്തനായിട്ട് വരുന്നത്. അത് എന്ത് എന്നാൽ ഇന്ത്യയില് ഇപ്പോ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാൻ കഴിവുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് GSLV Mark 3. ഇപ്പൊ കൂട്ടത്തില് ഏറ്റവും വെയിറ്റ് ഉള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ GSLV Mark 3-ലായിരിക്കും ഭ്രമണപഥത്തിലോട്ട് അയക്കുക. അതുകൊണ്ട് ലോഞ്ചിങ് വെഹിക്കിളുകളുടെ കൂട്ടത്തിലെ ബാഹുബലി എന്നറിയപ്പെടുന്നതും GSLV Mark 3 ആണ്. അത് ബാഹുബലി 2 റിലീസായ അതേ വർഷം തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, 2017 ജൂൺ 5. GSLV വരുന്നത് 2001-ലാണ്. SLV മുതൽ GSLV വരെ 7 വർഷത്തെ ഗ്യാപ്പിലാണ് വരുന്നത്. എന്നാൽ 2001 GSLV വന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത വകഭേദം GSLV Mark 3 വരുമ്പോ 7 വർഷത്തെ ഗ്യാപ്പിലല്ല, പക്ഷെ അതിൽ അവസാനം ഒരു 7 ഉണ്ട്. അതാണ് 2017 ജൂൺ 5. ഇനി നമുക്ക് നോക്കേണ്ടത് SSLV കൂടിയാണ്. അടുത്ത് നോക്കാനുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ SSLV ആണ്. SSLV D1 എന്ത് എന്നാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതിന്റെ പേരിലുള്ള പോലെ തന്നെ കുഞ്ഞൻ സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയ വെഹിക്കിൾ ഒന്നും അയക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് ചെറിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ തന്നെ ഉണ്ട്. ഇത് 500 കിലോയിൽ താഴെ ഭാരമുള്ള സാറ്റലൈറ്റുകളെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. ഇത് വന്നത് എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് 2022 ഓഗസ്റ്റ് 7-നാണ് ലോഞ്ച് ചെയ്യുന്നത്. SSLV ആദ്യം 2 S ഉണ്ടല്ലേ. ഈ എസിനെ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 പോലെയല്ലേ ഇരിക്കൂ. 2 S തിരിച്ചിട്ടാൽ 2 എന്ന് വായിക്കാം അല്ലേ. യെസ്, അത് വന്ന ദിവസവും അതുപോലെ തന്നെയാണ് 2022. ഈ 2 അത് തിരിച്ചിട്ടാൽ SS ആവല്ലേ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. SSLV D1 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2022 ഓഗസ്റ്റ് 7. എങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷം SSLV D2 വരുന്നുണ്ട് 2023 ഫെബ്രുവരി 10. അതിന്റെയും അടുത്ത വർഷം SSLV D3 2024 ഓഗസ്റ്റ് 16. ഈ ഡേറ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, വർഷം ഓർത്തോളൂ. SSLV ആദ്യം വരുന്നത് SS-നെ തിരിച്ചിട്ട 2022 ആണ്. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴത്തേക്കും 3 അയച്ചു. SSLV D2 2023, SSLV D3 2024. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകളുടെ പ്രത്യേകതകൾ, അതിന് എത്ര ഭാരമാണ് വലിക്കാൻ പറ്റുന്നത്, അതിൽ ഉപയോഗിച്ചിരുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അടുത്ത് അതിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ലോഞ്ചിങ് വെഹിക്കിൾ ആയിട്ടുള്ള SLV സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിള്, അതിന് വഹിക്കാൻ കഴിയുന്ന ഭാരം 40 കിലോഗ്രാം ആണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവർത്തനം. നിങ്ങൾ ഈ റോക്കറ്റ് ഒക്കെ മുകളിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാം.
റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, അകത്ത് സാറ്റലൈറ്റ് ഉള്ളത്. അത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അതിനുള്ള കുറച്ച് പാർട്ടുകൾ അടർന്നു മാറും. അടുത്ത ഘട്ടം ആകുമ്പോഴത്തേക്കും അതിന്റെ കുറച്ച് പാർട്ട് അടർന്നു മാറും. അങ്ങനെ ഓരോ പാർട്ട് ആകുമ്പോഴത്തേക്കും അതിന്റെ ഓരോ പാർട്ട് കഴിഞ്ഞിട്ട് സാറ്റലൈറ്റിനെ മാത്രമായിട്ട് ഭ്രമണപഥത്തിൽ അവസാനം എത്തിക്കും. അങ്ങനെ ഓർത്തോളൂ. അങ്ങനെയാണ് 4 ഘട്ടങ്ങളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. 40 കിലോഗ്രാം ഭാരമാണ് വഹിക്കാനുള്ള ശേഷിയുള്ളത്. അതിൽ ഉപയോഗിച്ചിരുന്നത് ഖര ഇന്ധനമാണ്. ഇന്ധനത്തെ ഖര രൂപത്തിൽ ആക്കി വയ്ക്കും എന്നും ഓർത്തോളൂ. അതിന് ഒരു കുഴപ്പമുണ്ട്. അത് കത്തിത്തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഖര ഇന്ധനം പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. ഒരിക്കൽ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നവരെ അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ ASLVക്കും അതേപോലെ ഖര ഇന്ധനം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ധനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ASLV 1987 പറഞ്ഞതിനും ഖര ഇന്ധനം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് അതിന്റെയും പ്രോസസ്സ് നടക്കുന്നത്. എത്ര കിലോ വെയിറ്റ് വരെ വഹിക്കാൻ കഴിവുണ്ട് എന്ന് ചോദിച്ചാൽ 150 മുതൽ 400 കിലോഗ്രാം വെയിറ്റ് വരെ വഹിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിള് ഇപ്പൊ അഡൽട്ട് ആയി അല്ലേ നമ്മളെ കോഡ് വെച്ചിട്ട്. 1987 വരുന്നത്. പക്ഷെ ഇതിനുള്ള പ്രത്യേകത ഞാൻ 150 മുതൽ 400 വരെ വഹിക്കാനുള്ള കഴിവുണ്ട്. എങ്കിൽ അടുത്ത് വരുന്നത് PSLV. നമ്മൾ ഇപ്പോ പ്രത്യക്ഷത്തിൽ PSLV, GSLV അതിന്റെ വകഭേദങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. SLVയും ASLVയും കാലഹരണപ്പെട്ടു എന്നും ഓർത്തോളൂ. PSLVക്ക് 1750 കിലോഗ്രാം ഭാരം വരെ വഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഓക്കെ, അതിനുള്ളൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ലിക്വിഡ് രൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കുന്നത്, ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കുന്നത് PSLVയിലാണ്. ദ്രാവക രൂപത്തിലുള്ളത് മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്, ഖരവും ദ്രാവകവും ഉപയോഗിച്ചിരുന്നു. ഇവിടെയും 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തില് ഖര ഇന്ധനം ഉപയോഗിക്കും, അടുത്ത ഘട്ടത്തില് ദ്രാവക ഇന്ധനം ഉപയോഗിക്കും. എന്നാൽ 3ാമത്തെ ഘട്ടത്തില് വീണ്ടും ഖര ഇന്ധനം ഉപയോഗിക്കും. 4ാമത്തെ ഘട്ടത്തില് വീണ്ടും ദ്രാവക ഇന്ധനം ഉപയോഗിച്ച് ഭ്രമണപഥത്തിലേക്ക് ആ സാറ്റലൈറ്റിനെ എത്തിക്കും. അതാണ് PSLVയുടെ പ്രത്യേകത. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. PSLVയിലാണ് ആദ്യം ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലെ P എന്നാൽ പെട്രോള് പോലത്തെ ദ്രാവകം ഉപയോഗിച്ചു. പെട്രോളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. P എന്നാൽ പെട്രോള് പോലത്തെ ദ്രാവകം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് PSLVയിലാണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പോ ഖരം ദ്രാവകം എന്നീ ഇന്ധനങ്ങളാണ് 4 ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തോളൂ. ISROയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ലോഞ്ചിങ് വെഹിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ PSLV ആണ്. കാരണം ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉള്ളത് PSLVയിലാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ദൗത്യങ്ങളും PSLVയിലാണ് എന്ന് ഓർത്തോളൂ. അത് ഞാൻ കണക്ട് ചെയ്ത് തരാം. ആദ്യത്തെ ചന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2008 വരുന്നത് അത് PSLVയിലാണ്. അടുത്തത് ആദ്യത്തെ ചൊവ്വാ ദൗത്യം മാർസിലേക്കുള്ളത് അത് 5 വർഷം കഴിഞ്ഞ് 2013 വരുന്നു. അതും PSLV വെഹിക്കിളിലാണ് അയച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ആദ്യത്തെ സൂര്യനിലേക്കുള്ള ദൗത്യം 2013 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 2023 വരുന്നത് ആദിത്യ L1, അതും PSLV ആണ്. ഇനി ആസ്ട്രോ സാറ്റ് ഉണ്ട്, അതിലും PSLV ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കോഡിന്റെ വർഷങ്ങളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇത്രയും ഓർത്തോളൂ. ചന്ദ്രനിലോട്ടുള്ള ആദ്യ ദൗത്യം, മാർസിലോട്ടുള്ള ആദ്യത്തെ ദൗത്യം, സൂര്യനിലോട്ടുള്ള ആദ്യത്തെ ദൗത്യം, പിന്നെ വന്നിട്ട് ആസ്ട്രോസാറ്റ്, ഇതെല്ലാം PSLV വെഹിക്കിളിലാണ്. അതുകൊണ്ടാണ് വിശ്വസ്ത യോഗ്യമായിട്ടുള്ളവൻ എന്ന് പറയുന്നതെന്നും ഓർത്തോളൂ. എങ്കിൽ GSLV മാർക്ക് 3 എന്നിവയിലാണ് ആദ്യമായി ക്രയോജനിക് ഇന്ധനം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ക്രയോജനിക് എന്തെന്നാൽ -150 ഡിഗ്രി വരെ തണുപ്പിച്ച് ഇന്ധനം ഉപയോഗിക്കുന്ന രീതി. GSLV മാർക്ക് 3 ഈ 2 ലോഞ്ചിങ് വെഹിക്കിളിലും 3 ഘട്ടങ്ങളിലായിട്ടാണ് ദൗത്യം നിറവേറ്റുന്നത് എന്നും ഓർത്തോളൂ. 1ാമത്തെ ഘട്ടത്തിൽ ഖര ഇന്ധനം, സോളിഡ് ഇന്ധനം ഉപയോഗിക്കുന്നു. എങ്കിൽ അതിന്റെ 2ാമത്തെ ഘട്ടത്തിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്നു. 3ാമത്തെ ഘട്ടത്തിലാവുമ്പോഴത്തേക്കും തണുപ്പിച്ച് വെച്ചിട്ടുള്ള ക്രയോജനിക് ഇന്ധനം ഉപയോഗിക്കുന്നു. SLV, ASLV, PSLV ഇതിനെല്ലാം 4 ഘട്ടങ്ങളിലാണ്. SLV, ASLV എന്നിവ ഖര ഇന്ധനം മാത്രം ഉപയോഗിച്ചപ്പോൾ PSLV പെട്രോൾ പോലത്തെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 4 ഘട്ടങ്ങളിലായിട്ട് ഖര ദ്രാവക എന്ന രീതിയിൽ 4 ഘട്ടത്തിലായിട്ട് ഉപയോഗിക്കും. എങ്കിൽ ആദ്യമായിട്ട് ക്രയോജനിക് ഇന്ധനം ഉപയോഗിക്കുന്നത് GSLV ആണ്. GSLV മാർക്ക് 3 ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഖരം, ദ്രാവകം, ക്രയോജനിക്. ഓക്കെ, ക്രയോജനിക്കിൽ എത്തുമ്പോൾ തന്നെ അത് അതിന്റെ
ലക്ഷ്യത്തിലോട്ടുള്ള സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ഓർത്തോളൂ. എങ്കിൽ GSLVക്ക് വഹിക്കാൻ പറ്റുന്ന ഭാരം അപ്രോക്സിമേറ്റ്ലി 2500 കിലോഗ്രാം ആണ്. എങ്കിൽ GSLV മാർക്ക് 3 ആണെങ്കിലോ 4000 കിലോ മുതൽ 10,000 കിലോ വരെയുള്ള സാറ്റലൈറ്റുകളെ ചുമക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകളുടെ കൂട്ടത്തിലെ ബാഹുബലി എന്ന് അറിയപ്പെടുന്നത് എന്നും ഓർത്തോളൂ. GSLV മാർക്ക് 3യുടെ ഫേമസ് ആയിട്ടുള്ള മിഷൻസ് ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നിവയാണ്. ചന്ദ്രയാൻ 1 ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒന്നാമത്തെ ഘട്ടത്തിലെല്ലാം PSLV ആണ് എന്ന് ഓർത്തോളൂ. അപ്പോൾ നമ്മൾ ഇന്ധനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖര, ദ്രാവക, ക്രയോജനിക് ഇന്ധനങ്ങളാണ് നമ്മൾ ലോഞ്ചിങ് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ SLV, ASLV എന്നിവയിൽ ഖര ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന്റെ പ്രത്യേകത എന്തെന്ന് നോക്കാം. ഒരിക്കൽ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും തീരുന്നത് വരെ നിർത്താനായിട്ട് കഴിയില്ല ഖര ഇന്ധനത്തെ. ഉപയോഗം റോക്കറ്റുകളുടെ ആദ്യത്തെ ഘട്ടത്തിലെ ശക്തമായ കുതിപ്പിന് ഖര ഇന്ധനം ഉപയോഗിക്കുന്നു. അത് PSLVയിലാണെന്നുണ്ടെങ്കിലും GSLVയിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഘട്ടത്തിൽ ഖര ഇന്ധനം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്, ചെലവ് കുറഞ്ഞതാണ്. ഖരരൂപത്തിൽ ഇന്ധനമാക്കി വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം സൂക്ഷിക്കാം. നിർമ്മാണം ലളിതമാണ്, പക്ഷേ നിയന്ത്രണം പറ്റില്ല. ഒരിക്കൽ കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തി തീരുന്നതോടുകൂടി പ്രവർത്തനം നിൽക്കുന്നു എന്നും ഓർത്തോളൂ. എങ്കിൽ ലിക്വിഡ് ഫ്യൂവല്, ദ്രവ രൂപത്തിലുള്ള ഇന്ധനം ആദ്യമായിട്ട് ഉപയോഗിച്ചത് PSLVയിലാണ്. PSLVയുടെ 4 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഖരം ഉപയോഗിക്കും, രണ്ടാമത്തെ ഘട്ടത്തില് ദ്രവ ഇന്ധനം ഉപയോഗിക്കും. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ PSLVയില് ദ്രവ ഇന്ധനം ഉപയോഗിക്കുമ്പോഴത്തേക്കും വികാസ് എഞ്ചിനാണ് ഓപ്പൺ ആവുന്നത്. വികാസ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴാണ് PSLVയിൽ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്നതെന്നും ഓർത്തോളൂ. ഖര ഇന്ധനത്തിൽ നിന്നും ദ്രവത്തിലോട്ട് വരുമ്പോഴത്തേക്കും വികാസം ഉണ്ടാവില്ലേ? യെസ്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിലാണ് PSLVയിൽ ആദ്യത്തെ ദ്രവ ഇന്ധനത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാകുമ്പോൾ വീണ്ടും ഖര ഇന്ധനത്തിലാണ് PSLV പ്രവർത്തിക്കുന്നത്. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ വീണ്ടും ദ്രവത്തിലോട്ട് വരും. അപ്പോഴൊക്കെ ദ്രവ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വികാസ് എഞ്ചിനാണ് PSLVയിൽ ഉപയോഗിക്കുന്നത്. ദ്രവ ഇന്ധനത്തിന്റെ പ്രത്യേകത എന്ത് എന്നാൽ ഇത് നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഈ സയന്റിസ്റ്റിനൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്ന് ഓർത്തോളൂ. മറ്റേനെ പോലെ കത്തി തീരുമ്പോൾ പ്രവർത്തനം നിൽക്കത്തില്ല. ഈ ഫ്യൂവല് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ കഴിയും. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ശക്തമായിട്ടുള്ള കുതിപ്പിനാണ് ഈ ദ്രവ ഇന്ധനം കൂടുതലായിട്ടും യൂസ് ആവുന്നത്. എങ്കിൽ ക്രയോജനിക് ഫ്യുവൽ വളരെ കുറഞ്ഞ താപനിലയിൽ -150°C താഴെ സൂക്ഷിക്കുന്ന ദ്രാവക ഇന്ധനങ്ങളാണ് ഇവ. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. GSLVയുടെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ക്രയോജനിക് ഫ്യുവല് ആക്റ്റീവ് ആവുന്നത്. ആദ്യത്തെ ഘട്ടത്തില് ഖര ഇന്ധനം, രണ്ടാമത്തെ ഘട്ടത്തില് ദ്രാവക ഇന്ധനം, മൂന്നാമത്തെ ഘട്ടത്തില് ക്രയോജനിക് ഫ്യൂവലാണ് ആക്റ്റീവ് ആവുന്നത്. -150°C താഴെയാണ് ഇവ തണുപ്പിച്ച് സൂക്ഷിക്കുന്നത് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ്. 1975 അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അടിയന്തരമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം അയക്കുന്നത്. നമ്മുടെ സുഹൃത്ത് രാജ്യമായ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് എന്ന് ഓർത്തോളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും കൃത്രിമ ഉപഗ്രഹം അയച്ചത് റഷ്യയുടെ സഹായത്തോടുകൂടി റഷ്യയിൽ നിന്നുമാണ്. എന്നാൽ ഒന്നിൽ പിഴച്ചാൽ 3 എന്നുള്ള രീതിയിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് അയക്കുന്നത് മൂന്നാമത്തെ മിഷനാണ്. അത് രോഹിണിയാണ്. അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കൃത്രിമ ഉപഗ്രഹത്തിന് അയച്ചത് 1975 എന്ന് പറഞ്ഞു. ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരാണ് എയിൽ തുടങ്ങുന്ന ആര്യഭട്ട. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ആണ്. 0 കണ്ടുപിടിച്ചതും ആര്യഭട്ടനാണ്. അപ്പൊ എയിൽ തുടങ്ങുന്ന മിഷനാണ് ആര്യഭട്ട. 1975 അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. 1975 ഏപ്രിൽ 19. ഓക്കെ. എങ്കിൽ രണ്ടാമത്തെ മിഷൻ അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 1979 രണ്ടാമത്തെ മിഷൻ. അത് ബിയിൽ തുടങ്ങുന്ന ഭാസ്കരയാണ്. അദ്ദേഹമാണ് 0-നെ ഏത് സംഖ്യ കൊണ്ട് ഭാഗിച്ചിരുന്നാലും ഇൻഫിനിറ്റി ആണ്. പോരാത്തതിന് ട്രിഗ്നോമെട്രിയുടെ ഒക്കെ വാല്യൂസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള അടുത്ത മാത്തമാറ്റീഷ്യൻ ആണ് ഭാസ്കര. ബിയിൽ തുടങ്ങുന്നത്. ആദ്യത്തെ എ ആര്യഭട്ട, ആ അടുത്ത ബിയിൽ തുടങ്ങുന്നത് ഭാസ്കര ഉണ്ട്. ഇത് രണ്ടും റഷ്യയുടെ സഹായത്തോടു കൂടി വോൾഗോഗ്രാഡ് ലോഞ്ച് സ്റ്റേഷനിൽ നിന്നുമാണ് നമുക്ക് അയക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 1975, 79 ഇങ്ങനെ 4 വർഷത്തെ ഗ്യാപ്പിലാണ് എയും ബിയും വരുന്നതെന്ന് ഓർത്തോളൂ. ആര്യഭട്ട, ഭാസ്കര. എങ്കിൽ മൂന്നാമത്തെ മിഷൻ
ഭാസ്കര ഏറ്റവും അവസാനം രായിലാണല്ലേ തീരുന്നത്. യെസ്, മൂന്നാമത്തെ മിഷൻ രായിൽ തുടങ്ങുന്ന രോഹിണിയാണ് എന്ന് ഓർത്തോളൂ. 1980 1979 അടുത്ത വർഷം 1980 1980 ജൂലൈ 18 രോഹിണി നമ്മുടെ ഇന്ത്യയിൽ നിന്നും നമ്മൾ വിക്ഷേപിക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് രോഹിണി നമ്മൾ വിക്ഷേപിക്കുന്നത് എന്നും ഓർത്തോളൂ. ഈ സാറ്റലൈറ്റിന് ആ പേര് വരാനായിട്ടുള്ള കാരണം സമ്പൽ സമൃദ്ധിയുടെയും വിജയത്തിന്റെയും സൂചകമായിട്ടുള്ള രോഹിണി നക്ഷത്രത്തിന്റെ പേരിലാണ് രോഹിണി സാറ്റലൈറ്റിന് ആ പേര് നിർദ്ദേശിച്ചതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, എങ്കിൽ നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വാർത്താ വിനിമയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ആപ്പിൾ ആണ്. ആപ്പിൾ എന്നാൽ ആപ്പിൾ ഫോണൊക്കെ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്, അത് ആപ്പിൾ ആണ്. 1981 വരുന്നത്. അറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നാണ് ആപ്പിളിന്റെ മുഴുവൻ നാമം. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, അറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്തോളൂ. 1981 അപ്പൊ 79 80 81 കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം 3 വരുന്നുണ്ടല്ലേ. 1979 ഭാസ്കര, 80 രോഹിണി, 81 ആപ്പിള്. ഭാസ്കരൻ രോഹിണിക്ക് ആപ്പിൾ കൊടുത്തു. 79 80 81 എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ 75 അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരമായിട്ട് ആര്യഭട്ടൻ വന്നു എന്നും ഓർത്തോളൂ. സെറ്റല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പൊ കാർഷികമായിരിക്കാം, ടെലിവിഷൻ സംപ്രേഷണമായിരിക്കാം, ഫോണിന്റെ ആയിരിക്കാം, അങ്ങനെ പല പർപ്പസിനായിട്ട് നമ്മൾ അയച്ചിട്ടുള്ള സാറ്റലൈറ്റുകളുടെ ശ്രേണിയും അവയുടെ പ്രത്യേകതകളുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻസാറ്റ്, IRS ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകള്, പിന്നെ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS എന്ന് പറയും. ഇതൊക്കെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഏതൊക്കെ സാറ്റലൈറ്റുകളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സാറ്റലൈറ്റുകളാണ് ഉള്ളത്, അതൊക്കെ വന്ന വർഷങ്ങള്, ഇതെല്ലാം മത്സര പരീക്ഷയിൽ ചോദിക്കും. നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ഇൻസാറ്റ് സാറ്റലൈറ്റുകൾ എന്ത് എന്നാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നാമം. ISRO ആണ് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആശയവിനിമയം, ടെലിവിഷൻ സംരക്ഷണം, കാലാവസ്ഥാ നിരീക്ഷണം, ദുരന്ത മുന്നറിയിപ്പ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇൻസാറ്റ് സാറ്റലൈറ്റുകൾ. ഇത് ഒറ്റ സാറ്റലൈറ്റ് അല്ല, സാറ്റലൈറ്റുകളുടെ ഒരു ശ്രേണിയാണ്. ഇത്രയും പർപ്പസിനാണ് നമ്മൾ അയക്കാറുള്ളത്. 1983 ആദ്യത്തെ ഇൻസാറ്റ് സാറ്റലൈറ്റ് നമ്മൾ അയച്ചിട്ടുള്ളത്. 1983 ഇന്ത്യൻ ടീം ആദ്യത്തെ ODI വേൾഡ് കപ്പ് ജയിക്കുന്നത്. നിവിൻ പോളിയുടെ ഒരു സിനിമയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ നമുക്ക് ടിവിയിൽ കളി കാണണമല്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇൻസാറ്റ് സാറ്റലൈറ്റുകളുടെ സീരീസിന്റെ ആദ്യത്തെ തുടക്കം എന്ന് ഓർത്തോളൂ. 1983. അപ്പോ മെയിൻ ആയിട്ട് ഇൻസാറ്റ് എന്നാൽ വാർത്താ വിനിമയത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഓർത്തോളൂ. TV സംപ്രേഷണം, ഫോണ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ 1983 ഇന്ത്യയുടെ വേൾഡ് കപ്പ് കാണാനായിട്ട് ഇൻസാറ്റ് സീരീസിലുള്ള സാറ്റലൈറ്റുകൾ ആദ്യമായി വിക്ഷേപിച്ച് തുടങ്ങി എന്ന് കോഡിന് വേണ്ടി ഓർത്തോ. മെയിൻ എക്സാമ്പിൾ ഇൻസാറ്റ് സീരീസിലുള്ള സാറ്റലൈറ്റുകൾക്ക് കൽപ്പന, പിന്നെ വന്നിട്ട് എഡ്യൂസാറ്റ്, ഇൻസാറ്റ് സീരീസിലുള്ള സാറ്റലൈറ്റുകൾ, ഇവയൊക്കെയാണ്. ഇതൊക്കെ വന്ന വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്യാം. അപ്പൊ അടുത്ത് നോക്കേണ്ടത് IRS ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ജോഗ്രഫിയെ നിരീക്ഷിക്കുക എന്ന ദൗത്യത്തോടു കൂടിയാണ് ഇത് നമ്മൾ അയക്കുന്നത്. ഇപ്പൊ ചുഴലിക്കാറ്റ്, പ്രളയം, പിന്നെ വന്നിട്ട് നമ്മുടെ കൃഷി, കാലാവസ്ഥ, സുനാമി വരാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെ പല കാര്യം നമ്മുടെ ജോഗ്രഫി ആയിരിക്കും ഇത് കൂടുതലും വാച്ച് ചെയ്യുന്നത് എന്ന് ഓർത്തോളൂ. IRS സീരീസിലുള്ള സാറ്റലൈറ്റുകൾ നമ്മൾ ആദ്യമായി വിക്ഷേപിക്കുന്നത് 1988 6S 8 പോലെ അല്ലേ, ഇതിനെങ്ങനെ കൂട്ടി യോജിപ്പിച്ച 2 8 പോലെ ആവും, അങ്ങനെ ഓർത്തോളൂ. അപ്പൊ 1988 എങ്കിൽ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് അഥവാ IRS സാറ്റലൈറ്റുകൾക്ക് ഉദാഹരണമായിട്ടുള്ള സാറ്റലൈറ്റുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ റിസോൾ സാറ്റ് 2003 ഇത് നമ്മൾ വിക്ഷേപിച്ചത്. ഈ വർഷങ്ങളെല്ലാം കോഡിലൂടെ കണക്ട് ചെയ്യാം. ഇപ്പൊ കേട്ടിരുന്നോളൂ. കൃഷി, ജലവിഭവം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് റിസോൾ സാറ്റ്. നമ്മുടെ റിസോഴ്സ് ആണ് കൃഷി അല്ലേ, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ 2005 വിക്ഷേപിച്ച IRS സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്. കാർട്ടോസാറ്റ് മാപ്പിന്റെ കാർട്ടൂണ്, ഭൂപടത്തിന്റെ കാർട്ടൂൺ വരയ്ക്കാനാണ് എന്ന് ഓർത്തോളൂ. ഭൂപട നിർമ്മാണത്തിനും ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ടാണ് 2005 കാർട്ടോസാറ്റ് 1 വിക്ഷേപിക്കുന്നത്. എങ്കിൽ ഓഷ്യാനോ സാറ്റ് വിക്ഷേപിച്ചത് 1999. ഓഷ്യൻ അതിൽ തന്നെ ഉണ്ടല്ലേ സമുദ്രങ്ങള്, പിന്നെ മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠനം നടത്താനാണ് ഓഷ്യാനോ സാറ്റ് 1999.
2000-ലാണ് പുതിയ മില്ലേനിയം. അപ്പൊ അതിന്റെ ന്യൂ ഇയർ വരുന്നതിന്റെ തലേ ദിവസം 1999 ആണല്ലേ. അത് ഓഷ്യനിൽ ആഘോഷിച്ചു എന്ന് ഓർത്തോളൂ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ആ വർഷമാണ് 1999 ഓഷ്യാനോസാറ്റ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട IRS സാറ്റലൈറ്റുകൾ. ഇനി നോക്കേണ്ടതാണ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനം അറിയപ്പെടുന്നത് നാവിക് എന്നാണ്. IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണിലുള്ള നാവിഗേഷൻ, നമ്മുടെ വഴികളൊക്കെ ഉണ്ടല്ലോ, അത് സാറ്റലൈറ്റിലൂടെ മനസ്സിലാക്കുന്ന സിസ്റ്റം. അതാണ് IRNSS. ഇത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 ആണ്. നമ്മൾ മംഗൾയാൻ വിക്ഷേപിക്കുന്നത് 2013 ആണ്. അപ്പൊ ആ വർഷം ചൊവ്വയിലേക്ക് പോകാനും കൂടെ വേണ്ടിയിട്ട് വഴികാട്ടാൻ എന്ന് ഓർത്തോളൂ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. 2013 മംഗൾയാനും വഴികാട്ടാൻ വന്നിട്ട് നാവിക് സിസ്റ്റവും വന്നു എന്ന് ഓർത്തോളൂ. ഓക്കെ, അപ്പോ IRNSS 1A ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം വിക്ഷേപിച്ചത്. അത് 2013 മംഗൾയാൻ വന്ന്. അതേ വർഷം നമ്മുടെ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര് നാവിക് എന്നാണ്. എങ്കിൽ അമേരിക്കയുടേതാണെങ്കിലോ GPS എന്നാണ് അമേരിക്കയുടെ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര്. ഈ IRNSS സീരീസില് 7 ഉപഗ്രഹങ്ങളാണ് നമ്മൾ അയച്ചിട്ടുള്ളത് എന്നും ഓർത്തോളൂ. ഓക്കെ, എങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാറ്റലൈറ്റുകളും അത് വന്ന വർഷങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നോക്കുന്നത് ഓഷ്യാനോസാറ്റ്. അത് 1999 വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സമുദ്രങ്ങളെ കുറിച്ച് പഠനം നടത്താനാണ്. അപ്പൊ 2000 ന്യൂ ഇയറിന്റെ തലേ ദിവസം 1999 ഡിസംബർ 31 ആയിരിക്കുമല്ലോ. അപ്പോഴ് വന്നിട്ട് ആഘോഷിച്ചു എന്ന് ഓർത്തോളൂ. ഡിസംബർ 31 ഇത് വിക്ഷേപിച്ചത്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ആ ന്യൂ ഇയർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓഷ്യനിലാണ് ആഘോഷിച്ചത് എന്നും ഓർത്തോളൂ. എങ്കിൽ കൽപ്പന 1 2002 വരുന്നത്. ഇതിന്റെ ആദ്യത്തെ പേര് മെറ്റ്സാറ്റ് എന്നാണ്. കൽപ്പന ചൗള മരിക്കുന്നത് അതിന്റെ അടുത്ത വർഷം 2003 അതേ തുടർന്ന് കൽപ്പന 1 എന്ന് പേര് മാറ്റുകയായിരുന്നു. തൊട്ട് അടുത്ത വർഷമാണ് റിസോഴ്സ് സാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൃഷി വിഭവങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. റിസോഴ്സ് സാറ്റ് 2003, എജു സാറ്റ് വരുന്നത് 2004, കാർട്ടോ സാറ്റ് 2005. കണ്ടോ, അടുത്തടുത്ത വർഷം 2002 കൽപ്പന, റിസോഴ്സ് സാറ്റ് 2003, എജു സാറ്റ് 2004, കാർട്ടോ സാറ്റ് 2005. ഇങ്ങനെ ഓർത്തോളൂ. കൽപ്പന ചൗള കൊണ്ടുവന്ന റിസോഴ്സ് എടുത്ത് എഡ്യൂക്കേഷൻ നടത്തി. എന്നിട്ട് ഈ ലോകത്തിന്റെ ഭൂപടം, കാർട്ടോസാറ്റ് എന്നാൽ ഭൂപടം കാർട്ടൂൺ രൂപത്തിൽ വരയ്ക്കാനാണെന്നാണ് ഞാൻ കോഡിലൂടെ പറഞ്ഞത്. കാർട്ടൂണും വരച്ചു എന്ന് ഓർത്തോളൂ. കൽപ്പന 1 അഥവാ മെറ്റ്സാറ്റ് 2002 വരുന്നത്. റിസോഴ്സ് സാറ്റ് 2003, കൽപ്പന കൊണ്ടുവന്ന റിസോഴ്സ് 2002, തൊട്ടടുത്ത വർഷം 2003 അതെടുത്ത് എഡ്യൂക്കേഷൻ നടത്തി. എജു സാറ്റ് 2004, പിന്നെ തൊട്ടടുത്ത വർഷം അതെടുത്തിട്ട് ലോകത്തിന്റെ കാർട്ടൂണും വരച്ചു എന്നാണ്. കാർട്ടോ സാറ്റ് 2005. ഈ രീതിയിൽ കണക്ട് ചെയ്യാലോ. എജു സാറ്റിന്റെ മറ്റൊരു പേരാണ് ജി സാറ്റ് 3. ഇത് മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. കൽപ്പന സാറ്റ് എന്നാൽ മെറ്റ്സാറ്റ് എന്നാണ് എന്നും ഓർത്തോളൂ. ഓക്കെ, നമ്മളപ്പോ നോക്കിയായിരുന്നു ഇൻസാറ്റ് സാറ്റലൈറ്റുകൾ മെയിൻ ആയിട്ട് വാർത്താവിനിമയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ജോഗ്രഫി വീക്ഷിക്കാനാണ്. പിന്നെ വന്നിട്ട് നാവിഗേഷൻ സാറ്റലൈറ്റുകളും നോക്കി. ഇതിന്റെയൊക്കെ യൂസിന്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ മുകളിൽ പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളും റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകളും ഇതെവിടെയൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്നാൽ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഭൂമധ്യക്ക് രേഖയ്ക്ക് മുകളിൽ ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തില് ഇത് ഭൂമിക്കൊപ്പം കറങ്ങുന്നു. ഇത് ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് ആശയവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, പിന്നെ തുടർച്ചയായിട്ടുള്ള കാലാവസ്ഥ നിരീക്ഷണം എന്നീ കാര്യങ്ങൾക്കാണ് ഈ സാറ്റലൈറ്റ് അവിടെ പ്രതിഷ്ഠിപ്പിക്കുന്നത്. ജിയോ സ്റ്റേഷനറി ഭാഗത്തായിരിക്കും ഈ സാറ്റലൈറ്റുകൾ. മെയിൻ ആയിട്ട് നമ്മുടെ ഇൻസാറ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. വാർത്താവിനിമയത്തിന് ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരെ ഒരു സ്ഥലത്ത്, ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുകളിൽ നിന്ന് തന്നെ നമ്മളെ വീക്ഷിക്കും. നമുക്ക് കൃത്യമായിട്ട് TV സംപ്രേഷണമൊക്കെ അവിടെ നിന്ന് തന്നെ സിഗ്നലിലൂടെ തന്നുകൊണ്ടിരിക്കും എന്നും ഓർത്തോളൂ. ഏകദേശം 35,786 കിലോമീറ്റർ ഉയരെയാണ് ഈ സാറ്റലൈറ്റുകളെ പ്രതിഷ്ഠിപ്പിക്കുന്നത്.
നമുക്ക് റൗണ്ട് ചെയ്ത് 36,000 എന്ന് തന്നെ പഠിക്കാം. ഇത് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം, നമ്മുടെ ഭൂമിക്കൊപ്പം തന്നെ നമ്മൾ വലയം വെച്ച് കറങ്ങും. അതുകൊണ്ട് ഇത് ഒരിക്കൽ കറങ്ങി തീരാനായിട്ട് കൃത്യം 24 മണിക്കൂറിൽ ഭൂമി കറങ്ങുന്നതിനൊപ്പം തന്നെ നമ്മളെ വലയം വയ്ക്കും. ഭൂമി കറങ്ങുന്നത് കൃത്യം 24 മണിക്കൂറല്ല, 23 hours 56 minutes 4 seconds ആണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ കേരളം ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അതും നമ്മളോടൊപ്പം കറങ്ങി വരുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ഇവ പ്രതിഷ്ഠിപ്പിക്കുന്നത് നമ്മുടെ പോളാർ ഓർബിറ്റിലാണ്. ഞാൻ പറഞ്ഞു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും ഇതാണ് കേട്ടോ, നിങ്ങൾ കാണാം എന്ന് വിചാരിക്കുന്നു. 36,000 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെ ഇതുപോലെ നിൽക്കും. ഇപ്പൊ കേരളം എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇത് ഫിക്സ് ചെയ്താൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ വീക്ഷിക്കും. ഇത് കറങ്ങുന്നതിനൊപ്പം ഇതും കറങ്ങും. എങ്കിൽ പോളാർ ഓർബിറ്റ് സാറ്റലൈറ്റുകൾ അഥവാ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ അത് ഭൂമിയെ ഇങ്ങനെ തലകീഴായിട്ടായിരിക്കും കറങ്ങുന്നത്. വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അധികം ദൂരത്തു നിന്നല്ല, ലോ എർത്ത് ഓർബിറ്റിൽ നിന്നാണ് നമ്മളെ വീക്ഷിക്കുന്നത്. മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 to 1000 റേഞ്ചിൽ നിന്നായിരിക്കും ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ഇത് വളരെ വേഗത്തിൽ കറങ്ങും. ഒരു ദിവസം 14 to 16 പ്രാവശ്യം വന്നിട്ട് ഭൂമിയെ വലയം വയ്ക്കുന്ന സാറ്റലൈറ്റുകളാണ് ഈ ഓർബിറ്റില് പ്രതിഷ്ഠിപ്പിക്കുന്നത് എന്ന് ഓർത്തോളൂ. ഇത് ഒരു പ്രാവശ്യം വലയം വെക്കാനായിട്ട് 90 to 100 മിനിറ്റിന്റെ ആവശ്യമേ ഇതിന് വരത്തുള്ളൂ. അതാണ് റിമോട്ട് സെൻസിംഗ് അഥവാ പോളാർ സാറ്റലൈറ്റുകൾ. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ജോഗ്രഫിയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കർത്തവ്യം എന്നും ഓർത്തോളൂ. നമ്മുടെ IRS സീരീസിലുള്ള സാറ്റലൈറ്റുകളൊക്കെ ഇപ്പൊ ഈ പോളാർ ഓർബിറ്റ് സാറ്റലൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. 500 മുതൽ 1000 കിലോമീറ്റർ റേഞ്ചിലായിരിക്കും ഇവ സ്ഥിതി ചെയ്യുന്നത് എന്നും ഓർത്തോളൂ. അത് മാത്രമല്ല ഈ സാറ്റലൈറ്റുകൾക്കൊക്കെ നല്ല ഹൈ റെസല്യൂഷൻ ക്യാമറ ഉണ്ട്. കാരണം കൂടുതലും ജോഗ്രഫിയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹൈ റെസല്യൂഷൻ ക്യാമറകൾ ഉണ്ടാവും. നമ്മുടെ ഭൂമിയുടെ ചിത്രമൊക്കെ കൃത്യമായിട്ട് കിട്ടും. അത് മാത്രമല്ല ഇത് ഭൂമിയെ മുഴുവനായിട്ടും വലയം വയ്ക്കും. എന്നാൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം കറങ്ങുകയാണ്. ഒരു മുഴുവനായിട്ടൊന്നും വലയം വയ്ക്കില്ല. ഓൾമോസ്റ്റ് ഭൂമിയുടെ പകുതി റേഞ്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് വീക്ഷിക്കുകയുള്ളൂ എന്നും ഓർത്തോളൂ. അപ്പൊ ഇത്രയുമാണ് ഇതിൽ നിന്നും നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കേണ്ട കുറച്ച് മിഷനെ കുറിച്ച് നമ്മൾ നോക്കാം. 2008 ചന്ദ്രയാൻ 1 നമ്മൾ ആദ്യമായിട്ട് വിക്ഷേപിച്ചത്. 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. എങ്കിൽ 22ന്റെ പകുതിയാണ് 11. PSLV C11 ചന്ദ്രയാൻ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. 2008 എന്നാൽ ആ 8 2 വട്ടം ഉണ്ടല്ലോ, അത് 2 ചന്ദ്രനാണ് എന്നോർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്തു. 2008 ഇങ്ങനെ 2 ചന്ദ്രനാണ് അറ്റത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രയാൻ 1 മിഷന് 2008 ഒക്ടോബർ 22 PSLV C11 ആണ്. 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്. അത് 2 ചന്ദ്രനാണ്. ആദ്യത്തെ ചന്ദ്രന്റെ മിഷൻ അല്ലേ. അപ്പൊ PSLV C11 ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ചന്ദ്രയാൻ 2 ജൂലൈ 22 2019 അതൊരു ഫെയിലുവർ ആണ്. ഈ 9 എന്നാൽ മുകളിൽ റൗണ്ടും താഴെ ഇങ്ങനെ ഒരു വരയും അല്ലേ, ചന്ദ്രൻ ഇങ്ങനെ പതിക്കുകയാണ്, താഴോട്ട് വീഴുകയാണ് എന്ന് ഓർത്തോളൂ. യെസ്, 2019 ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ. ചന്ദ്രയാൻ 2 2019 അതൊരു ഫെയിലിയർ അറ്റംപ്റ്റ് ആണ്. എങ്കിൽ വിട്ടുകൊടുത്തില്ല. കൃത്യം 4 വർഷം കഴിഞ്ഞ് 2023 ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിക്കുകയായിരുന്നു. അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വിക്ഷേപണം തന്നെയായിരുന്നു. 2023 നമ്മൾ ആദ്യത്തെ സൂര്യ ദൗത്യമെല്ലാം വിക്ഷേപിക്കുന്ന അതേ വർഷം 2023 സക്സസ്ഫുൾ ആയിട്ടുള്ള ചന്ദ്രയാൻ 3യും വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 1 2008, ചന്ദ്രയാൻ 2 2019. ലാസ്റ്റ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടം ചന്ദ്രനാണ് താഴെ വീഴുന്നതാണ്. 2019 എന്നോർത്തോളൂ. 2023 ചന്ദ്രയാൻ 3. എങ്കിൽ ഈ പ്രോജക്ടിന്റെ ഒക്കെ ഡയറക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ മൈൽസ്വാമി അണ്ണാദുരൈ. മയിലിനെ പോലെ പറന്ന് ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രയാൻ 1. എങ്കിൽ ചന്ദ്രയാൻ 2ന്റെ ആണെന്നുണ്ടെങ്കിൽ ഋതു കരിദ്വാള്. ഋതു ക്ലൈമറ്റ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് ഫെയിലിയർ ആയി എന്ന് ഓർത്തോളൂ. എങ്കിൽ ചന്ദ്രയാൻ 3യുടെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും സക്സസ് ആകാനായിട്ട് ഒരു വീരൻ വന്നു. പി വീരമുത്തു വേലാണ് ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത് 2008 അടുത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 15 വർഷം കഴിഞ്ഞിട്ട് 2023 എന്നും ഓർത്തോളൂ. എങ്കിൽ ചന്ദ്രയാൻ 2ന്റെയും 3യുടെയും ലാൻഡറും റോവറും ചോദിക്കും. ലാൻഡർ വിക്രം എന്നും റോവർ പ്രഗ്യാൻ എന്നും ഓർത്തോളൂ. ചന്ദ്രയാൻ 3 വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്ത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിയർ ലൂണാർ സൗത്ത് പോള്. അതിന് പേരിട്ടിട്ടുണ്ട് ശിവശക്തി എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. എങ്കിൽ ചന്ദ്രയാൻ 1-ന്റെയും 2-ന്റെയും 3-ന്റെയും കാലത്തുള്ള ISRO മേധാവികൾ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. 2008 ചന്ദ്രയാൻ 1 വന്നപ്പോഴത്തേക്കും ജി മാധവൻ നായർ ആയിരുന്നു, മലയാളിയാണ്. എങ്കിൽ 2019 ഫെയിലിയർ ആയിട്ടുള്ള ചന്ദ്രയാൻ വന്നപ്പോഴത്തേക്കും കെ ശിവനായിരുന്നു. 2023 വീണ്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള വന്നപ്പോൾ വീണ്ടും ഒരു മലയാളി വന്നു, എസ് സോമനാഥ് എന്നും ഓർത്തോളൂ. അപ്പൊ 3 മിഷൻ നമ്മുടെ നരസിംഹത്തിലുള്ള പേര് പോലെയാണ് ക്യാരക്ടേഴ്സിന്റെ. മണപ്പള്ളി മാധവൻ എന്ന് പറയുന്ന പേരുണ്ടല്ലേ, മണപ്പള്ളി മാധവനും പിന്നെ SI സോമനും എന്ന് ഓർത്തോളൂ. മണപ്പള്ളി മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവൻ നായർ, SI എന്നാൽ ശിവനാണ്, കെ ശിവൻ, സോമൻ എന്നാൽ എസ് സോമനാഥ്. ISRO മേധാവികൾ ചന്ദ്രയാന്റെ ദൗത്യങ്ങളുടെ ടൈമിൽ ഉള്ളത് ആണ്. അപ്പോ കണക്ട് ചെയ്യാലോ. എങ്കിൽ അടുത്തയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ മാഴ്സ് മിഷൻ 2013 PSLV C-25. PSLV 25 എന്ന ക്വാർട്ടർ അല്ലേ, ഒരു ക്വാർട്ടർ അടിച്ചിട്ട് ചൊവ്വയിലോട്ട് പോയി എന്നോർത്തോളൂ. PSLV 2008 ചന്ദ്രയാൻ 1 വന്നു, 5 വർഷം കഴിഞ്ഞ് ചൊവ്വയിലോട്ട് പോയി. 2008 ചന്ദ്രൻ, 5 വർഷം കഴിഞ്ഞ് ചൊവ്വ, ഇനി 10 വർഷം കഴിയുമ്പോഴത്തേക്കും നേരെ സൂര്യനിലോട്ട് പോകും. യെസ്, ആദിത്യ L1 2013 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് 2023 അതും PSLV C-57 എങ്കിൽ ആസ്ട്രോസാറ്റ് നമ്മൾ വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28 ഇത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ആസ്ട്രോളജിയിലൊക്കെ എത്തി വിശ്വാസം ഉള്ളതുകൊണ്ട് പുള്ളിയാണ് പേര് നിർദ്ദേശിച്ചെന്ന് ചുമ്മാ കോർഡിനേറ്റ് ഓർത്തോളൂ. ആസ്ട്രോസാറ്റിന്റെ ഉദ്ദേശം എന്ത് എന്നാൽ എക്സ്റേ, അൾട്രാവയലറ്റ്, ഒപ്റ്റിക്കൽ സ്പെക്ട്രം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് സ്പേസിലോട്ട് അയച്ചതാണ് ആസ്ട്രോസാറ്റ്. ഞാൻ കോഡിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ നമ്മൾ സ്പേസിൽ മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഓണായിട്ടുള്ള അടുത്ത മിഷനാണ് ഗഗൻയാൻ മിഷന്. ഇത് ഇതുവരെ വന്നിട്ട് അയച്ചിട്ടില്ല. 2026 അല്ലാന്നുണ്ടെങ്കിൽ 2027 സമയത്തിനുള്ളിൽ തന്നെ ഇത് അയക്കും എന്നാണ് പറയുന്നത്. 2026 നമ്മൾ ആദ്യമായിട്ട് സ്പേസിൽ മനുഷ്യനെ എത്തിക്കാൻ പോകുന്ന മിഷനാണ്. എങ്കിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് സ്പേസിൽ പോയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാകേഷ് ശർമ്മയാണ്. മാത്രമല്ല സുനിത വില്യംസ്, കൽപ്പന ചൗള ഒക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ഓൺ മിഷനിൽ നിന്നും ആരെയും എത്തിച്ചിട്ടില്ല എന്നും ഓർത്തോളൂ. ഗഗൻയാന്റെ ലോഞ്ച് വെഹിക്കിള് GSLV Mark 3 ആണ്. ഗഗൻയാൻ അതിലും G ഉണ്ട്, ലോഞ്ച് വെഹിക്കിളും GSLV Mark 3. GSLVയുടെ മറ്റൊരു പേര് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ വിളിക്കുന്നത് LVM-3 എന്നാണ്. LVM GSLVയുടെ ഇപ്പോഴത്തെ പേര് അവസാനത്തതായി LVM ഉണ്ടല്ലോ, LVM-3 എന്നാണ്. ആ Gയും Sഉം എടുത്തു കളഞ്ഞു, LVM-3 എന്നാണ് GSLV ഇപ്പോ അറിയപ്പെടുന്നത്. എങ്കിൽ ആസ്ട്രോസാറ്റിന്റെ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ നോക്കിയില്ല. ആസ്ട്രോസാറ്റ് 2015 സെപ്റ്റംബർ 18 നമ്മൾ വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു. എങ്കിൽ അതിന്റെ ലോഞ്ച് വെഹിക്കിൾ PSLV C-30, 15ന്റെ ഇരട്ടിയാണ് 30. ഓക്കെ, അപ്പൊ PSLVയില് എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാന്, പിന്നെ ചൊവ്വ ദൗത്യം മംഗൾയാന്, പിന്നെ ആദിത്യ L1 സൂര്യദൗത്യം, പിന്നെ ആസ്ട്രോസാറ്റ്. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം PSLVയിലാണ് വരുന്നത്. എങ്കിൽ ഗഗൻയാന് Gയിൽ തുടങ്ങുന്ന GSLV Mark 3 തന്നെയാണ്. ചന്ദ്രയാൻ 2, 3 GSLV തന്നെയാണ്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ ISROയെ കുറിച്ചും പിന്നെ ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാര്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന സംഘടനകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, ക്ലാസ്സിന്റെ ലെങ്ത് നീളും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.